ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ. ഞാൻ കുറേ പരിപാടികളുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ തുടങ്ങും എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ചായയും ഒരു കോഴിമുട്ടയും കഴിക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ പരിപാടിയിലേക്കൊക്കെ പോവാം. ഓക്കെ, വീട്ടിൽ ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചായയും കോഴിമുട്ടയും. ഇന്നത്തെ നമ്മളെ ഫുഡൊക്കെ ലൈറ്റാണ്, കാരണം നമുക്ക് ഇന്ന് ഹെവി ഫുഡ് കഴിക്കണ്ടേ, അതിനെ കൊണ്ടൊക്കെ ലൈറ്റാണ്. ഇതിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല. കലത്തപ്പല്ല, വേറെ എന്തോ ഒരു പേര് എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റാണ്, ശർക്കരേൻ്റെ ഒക്കെ പേരെന്തോ ഓർമ്മയില്ല. അപ്പം എന്നത്തെയുമായി തന്നെ നമ്മൾ നേരം വൈകി, അമ്മനെ കൂട്ടാതെ പോയി. അപ്പം എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് നമുക്ക് ഓണപ്പരിപാടി ഉണ്ട്. അപ്പം സദ്യ, അപ്പം എൻ്റെ ഫേവററ്റ് ആളാണ് സദ്യ ഉണ്ടാക്കുന്നതും. നന്ദുവിൻ്റെ കല്യാണത്തിനൊക്കെ മൂപ്പരേനെ ഉണ്ടാക്കി, അനിയത്തിൻ്റെ കല്യാണത്തിനൊക്കെ നല്ല ഫുഡാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് അന്ന് പിന്നെ നമുക്ക് ആ ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലേ. ഫുൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയോ കഴിച്ചിട്ട് പോയതാണ്. പക്ഷേ ഇന്നെനിക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കുക. മൂപ്പര് തരണപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച് വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണേ. ഇപ്പോൾ ഒരു കോമഡി ഉണ്ടായി. ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പം ആ ഏട്ടൻ എൻ്റെ തൊട്ട് മുന്നിൽ നിന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ വേറെ ആളോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം അമ്മ എൻ്റെ ഫോണിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഫുൾ ബിസി, മൂപ്പരിനെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഹലോ ഏട്ടാ എവിടെയാണല്ലോ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടും ഒരു 5 മിനിറ്റെങ്കിലും ഞങ്ങൾ രണ്ടും തൊട്ടെടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആരാന്ന്. കാരണം മൂപ്പരിൻ്റെ വിലപ്പെട്ട സമയമാണ് പോകുന്നതെന്ന്. ഞാൻ അമ്മ ഫോൺ എടുക്കുക, അതുമില്ല, അമ്മ അച്ഛനോട് കത്തി എടുത്തുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഓരോ കോമഡികളൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ കോവൂര് വരെ പോവുക. നല്ല വെയിലാണ്, കൊട്ടാരം വെയിലാണ്. ടോപ്പ് നോക്കാൻ വേണ്ടി വന്നത് റാണി പിങ്കാണ്, റെഡല്ല റാണി പിങ്കാണ് നമ്മൾ കണ്ടുവച്ച്. ബ്ലൗസൊക്കെ റെഡിയായി കിട്ടി. ഇനി കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ, അപ്പം അതിന് പോകണം. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി തന്നെ ചായ കുടിക്കുക. നമുക്കൊരു ചായ, എന്തോന്നൊരു അവിയൽ മിൽക്കും കൂടെ പറഞ്ഞു, ഒരു ഹോർലിക്സ്, അമ്മക്കൊരു പഴംപൊരിയും ഒരു കട്ട്ലേറ്റും, അമ്മക്ക് ഇനിക്കും കൂടെ ഒരു പഴംപൊരി ഒരു കട്ട്ലേറ്റ്. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ, ഇവിടെ സാധനം ഉണ്ടോ നോക്കാൻ പോകും. നമ്മളൊരു ഷോപ്പ് കയറി, അവിടെ നിന്ന് കിട്ടിയില്ല. ഇവിടെ ഉണ്ടോയെന്ന് പോയി നോക്കാം. നന്ദുവിന് വള നോക്കി, വള കിട്ടി, ഏകദേശം മെസ്സേജുള്ള കിട്ടി. ഇതെത്രയാ? ഇത് 2ആണ് ലാസ്റ്റ് എടുത്തത്. ആ വെളിയിൽ പോയി സാധനമൊക്കെ നോക്കി വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന അമ്മ. അപ്പം നമ്മൾ മാവേലി പോയി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓജിനിൽ വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിൽക്കുക. വാട്ടർമെലൻ, മുന്തിരി, പൈനാപ്പിൾ. അപ്പോൾ അതിനൊന്നും വാങ്ങിയില്ല. അപ്പോൾ അതിനൊരു മന്തി വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഷോപ്പിൽ ഇവിടെ വെയിറ്റ് ചെയ്യുക. പറഞ്ഞിട്ട് ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ പണ്ട് ലാബ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ലാബിൻ്റെ ഇൻചാർജിനോട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരണോന്ന് ചോദിച്ച്. അപ്പം മൂപ്പരിനോട് പറയട്ടോ, അല്ലിയെ നീ പഠിച്ചതെന്ന് പറയല്ലേ, നീ കളിച്ച് നടന്ന സ്കൂളെന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ എപ്പോൾ എവിടെ പോയാലും ഞാൻ കളിച്ച് നടന്ന സ്കൂൾ കാണണമെന്ന് ഞാൻ ചോദിക്കുക, പഠിച്ചതെന്ന് ഞാൻ പറയുന്നത്. അങ്ങനൊരു ട്രോമ എൻ്റെ മനസ്സിലുണ്ട്. നേരത്തെ ഒലിച്ചൊന്നായിട്ട് എമ്മാതിരി ചൂടാ. നമുക്ക് ഫുഡായോ എന്ന് പോയി നോക്കാം.
ഓനൊന്നും വാങ്ങിയില്ല, എനിക്ക് സങ്കടം, ഓനൊന്നും വാങ്ങി. അപ്പോൾ സാധനവും എല്ലാം വാങ്ങി ഞങ്ങളിതാ ഓട്ടോയും വിളിച്ച് പോകുന്ന. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. പരിപാടി ഇനിയിപ്പോ രാത്രി ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുഴങ്ങി. ഇനി പരിപാടി തുടങ്ങുന്നേ. ഓ ആ പാട്ട് പാടുന്നുണ്ട്. ആ ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് വരിക. ഓ പോയിട്ടാ വൈക്ക് പോയതാ. നന്ദു ഇന്നലെ വന്നിക്ക്. ആ സാധനം വാങ്ങണ്ടേ, നാളെ ഓണപ്പരിപാടിയാണ്. ഞങ്ങൾ രാത്രി പെട്ടെന്ന് പരിപാടി കാണാമെന്ന് വിചാരിച്ച് പോവുക. സ്വസ്തി സ്വസ്തി സ്വസ്തി.